തനിയെ ഏങ്ങുന്നിതാ. ഹൗസ് ഓണറുടെ പേര് പറഞ്ഞത് ഞാൻ മറന്നു. അരവിന്ദൻ. ബഹറില്ല. പൈസ അയാൾക്കൊരു പ്രശ്നമേ അല്ല. പിന്നെന്തിനാ ഇത്ര നല്ലൊരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്? ഞാനും ഇത് തന്നെ അരവിന്ദനോട് ചോദിച്ചത്. അപ്പൊ അയാൾ പറഞ്ഞത് അടച്ചിട്ട വീടിന്റെ ഐശ്വര്യം പോകുന്നു. അതാ കുറച്ചു നേരം രവിയുടെ ശബ്ദം കേൾക്കാത്തത്. എന്തോ കാര്യമായ പണിയിലാണല്ലോ. എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ എന്റെ FM റെഡിയാണോ? എന്തിന്റെ പ്ലാൻ വരയ്ക്കാണെന്ന് തോന്നുന്നു. വാസ്തുപരമായി ഞാൻ നോക്കിയപ്പോ സുപ്രിയയുടെ വീടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാർ പോർച്ചിന്റെ സ്ഥാനം ശരിയല്ല. അതൊന്ന് മാറ്റി പണിയുന്നാ നല്ലത്. ഒന്ന് സ്കെച്ചിട്ട് നോക്കിയതാ. വാടകയ്ക്കെടുത്ത വീടാണെന്നല്ലേ ഹരിപ്രസാദിനോട് പറഞ്ഞത്? അവിടെ കയറി കാർ പോർച്ചിന്റെ പണി നടത്താനോ? ഹരിയോട് എന്തു പറയും? ചിലപ്പോ രവി ഒട്ടും ബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങൾ കാണിക്കും. അതിനാണല്ലോ ബുദ്ധിയുള്ള ഒരു ശ്രീമതിയെ ഞാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘടിപ്പിക്കാൻ ഞാനെന്താ? ദേ വല്ലതും പറഞ്ഞ കൂടി പോകെ രവി. എന്നാലും പറ, കേക്കട്ടെ. ഇപ്പൊ സൗകര്യമില്ല പറയാൻ. എന്നാ സൗകര്യമുള്ള ഇപ്പൊ പറഞ്ഞാ മതി, അന്നേരം കേക്കാം. ചില കാര്യങ്ങളിലെ ചില പൊടിക്കൈയൊക്കെ പ്രയോഗിക്കണം ജലജെ. സുപ്രിയയ്ക്കും ഹരിപ്രസാദിനും താമസിക്കാൻ വേണ്ടി നമ്മൾ വീട് വാങ്ങിച്ചു. പക്ഷെ വീട് നമ്മുടേതാണെന്ന് അറിഞ്ഞാ ഹരി ഇവിടെ താമസിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ബഹറിലുള്ള അരവിന്ദന്റെ വീടാണെന്നും വാടകയ്ക്ക് എടുത്തതാണെന്നും നമ്മൾ കള്ളം പറഞ്ഞു. ഹരി വിശ്വസിച്ചു. അവിടെ അവർ രണ്ടുപേരും താമസിക്കുന്നു. മാസവാടക എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ ആ തുക സുപ്രിയയുടെ അക്കൗണ്ടിലിടുന്നു. അതേ നമ്പർ ഈ കാർപോർച്ചിന്റെ കാര്യത്തിലും പ്രയോഗിക്കുന്നു. പണി ചെയ്യിക്കുന്നത് അരവിന്ദനാണ്. അയാൾ കാശ് അയച്ചു തരുമെന്ന് ഹരിപ്രസാദിനോട് പറയുന്നു. മേൽനോട്ടക്കാരനെന്ന റോളേ എനിക്കുള്ളൂ. അത് ബുദ്ധിയാണോ? ആരാന്ന് പോയി നോക്കിയേ. ഹരിപ്രസാദ് വരുന്നു. ഹരിപ്രസാദോ? ഹരിയോ? വാ. സുപ്രിയ ഇങ്ങോട്ട് വന്നോ? ഇല്ല. ഏതോ കൂട്ടുകാരെ കാണാനെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞ്. അതായത് ഞങ്ങളുടെ വാടക വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നോന്നറിയാൻ ചോദിച്ചാ. വന്നില്ല. വിളിച്ചു നോക്കണോ? വേണ്ട. ഹരി നല്ല സമയത്താ വന്നത്. നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ താമസിക്കുന്ന വീടിന്റെ കാർ പോർച്ചിന്റെ സ്ഥാനം ശരിയല്ല. ഹൗസ് ഓണർ അരവിന്ദൻ വിളിച്ചിരുന്നു. അതെ, വിളിച്ചിരുന്നു. കാർ പോർച്ചൊന്ന് മാറ്റി പണിയാൻ അരവിന്ദൻ തീരുമാനിച്ചിട്ടുണ്ട്. ജോലിയൊക്കെ ചെയ്യിക്കാൻ എന്നെ ഏൽപ്പിച്ചു. അയാളുടെ വീട്ടിൽ മെയിൻ്റെനൻസ് നടത്തുന്നതിന് നമുക്ക് എന്താ അല്ലേ? അതെ, ചുമ്മാതിരിക്കാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിന് ഒരു പ്ലാൻ തയ്യാറാക്കിയായിരുന്നു. ഹരി നോക്ക്. നോക്കണ്ട, അങ്കിളുടെ പ്ലാനല്ലേ, മോശാവില്ല. താങ്ക് യു. മിസ്റ്റർ അരവിന്ദൻ എന്നോടും സംസാരിച്ചിരുന്നു. പക്ഷേ ബഹ്റിൽ നിന്ന് ഫോണിലല്ല, ഇവിടെ മാർക്കറ്റ് ജംഗ്ഷൻ അടുത്ത് വെച്ച് നേരിട്ട്. ഹരി, ഞാൻ ആ മനുഷ്യനെ നേരിട്ട് കണ്ടിട്ട് വരിക. വാടകയ്ക്കൊരു വീട്, ഹൗസ് ഓണർ ബഹ്റിനില്. ചീപ്പായി പോയെങ്കിൽ നിങ്ങളിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല. ഹരി, അപ്പോഴത്തെ സാഹചര്യത്തിൽ മനഃപൂർവ്വം ചീറ്റ് ചെയ്തിട്ട് സാഹചര്യത്തെ പഴിയാറുണ്ട. എന്നെ ആരും ഇത്ര ഇൻസൾട്ട് ചെയ്തിട്ടില്ല. അങ്ങനൊന്നും പറയല്ലേ ഹരി. സ്വന്തം വീടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹരി അവിടെ താമസിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു പറ്റിച്ച് താമസിപ്പിക്കാന്ന് വിചാരിച്ചു. എത്ര നാളീ തട്ടിപ്പ് തുടരാന്നാ വിചാരിച്ചിരുന്നത്? എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അതെങ്കിൽ പറയണം. വാടക വീടല്ല എന്നുള്ള സത്യം സുപ്രിയക്ക് അറിയായിരുന്നോ? ആന്റി പറഞ്ഞാലും മതി. സുപ്രിയ നിങ്ങളുടെ കള്ളക്കഥകൾക്ക് കൂട്ടുനിൽക്കായിരുന്നോ? സുപ്രിയക്ക് മാത്രമല്ല, ഹരിയുടെ അച്ഛനും സത്യം അറിയാം.
പ്രഭാകരൻ ചേട്ടനോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. അച്യുതേട്ട വൈകിട്ട് ഒരു 50 പാക്കറ്റ് സിമന്റ് വരും. ഷെഡിലോട്ട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്യുതേട്ട വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങൂ. ഇറങ്ങാം. ആ, പിന്നെ കിണർ ഒരു ശകലം കൂടി കുഴിക്കണം. എന്നിട്ട് ചുറ്റുമതിലും കെട്ടണം. ആ, കിണറിന്റെ കാര്യം പറഞ്ഞപ്പോഴാവും ഓർത്തത്. ഞാൻ ഞായറാഴ്ച പന്തളത്തൊരു പെരവാസ്തോലിക്ക് പോയില്ലേ? ആ, പന്തളം കോളേജിന്റെ അടുത്ത് എവിടെയോ. ആ, അത് തന്നെ. NSS മെഡിക്കൽ മിഷന്റെ മധ്യയായിട്ട് വരൂ ഇത്. ഓ, MC റോഡിന് അടുത്ത വീട്. അതിന്റെ മുറ്റത്തൊരു കിണറുണ്ട്. അത് പണ്ടേ ഉള്ളതാ. അതിപ്പോ പുതിയതായിട്ട് ചുറ്റുമതില് കെട്ടി നല്ല ഫാഷനാക്കിയിട്ടുണ്ട്. ഒരു താമരപ്പൂ വിടർന്ന് നിൽക്കുന്ന ഷേപ്പിലാ ചുറ്റുമതില് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഓ, കാണാൻ നല്ല ഭംഗിയാ. നമുക്കും കിണറിന് അതുപോലെ ഷേപ്പ് വരുത്തിയാലോ പ്രഭാകര? അത് പിന്നെ അച്യുതേട്ട, ആ, വലിയ പൈസ ചെലവൊന്നും വരികയല്ലെന്നേ. നമുക്കൊന്ന് സംസാരിച്ചു നോക്കാമല്ലോ. പൈസയുടെ അല്ല, ഹരിപ്രസാദിന് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം. അതുകൊണ്ടാ. അതിന് നമ്മള് മുറ്റത്ത് വൃത്തിയോടൊന്നും അല്ലല്ലോ കാണിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പുഷ്പ താമര. വീടിന്റെ മുറ്റത്തൊരു താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് ആർക്കാ ഇഷ്ടപ്പെടാത്തത്? എന്തായാലും അച്യുതേട്ടൻ തന്നെ അവനോട് സംസാരിച്ചാൽ. ഞാൻ സംസാരിക്കാവുന്ന. ഹരിയേ, 100 ആയുസാ നിനക്ക്. ഹരിയുടെ കാര്യം പറഞ്ഞ് 1 സെക്കൻഡ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നീങ്ങെത്തി. ആ, വാടാ, അകത്തേക്ക് പോ. ഏയ് വേണ്ട. ആ, ഇത്തിട്ടും വന്നിട്ട് വീട് പണി കാണാതെ പോവാണോ? ചെമ്പരിക്കലെ മുറ്റത്തൊരു താമരപ്പൂ. അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വ്യക്തമായ ഉത്തരം തരണം. എന്താടാ, എന്താ? ഞാനിപ്പോ എവിടെയാ താമസിക്കുന്നത്? മോനെ ഹരി, വേണ്ട, അച്ഛൻ പറയട്ടെ. നീയും പ്രിയം കൂടി? അയാളുടെ അച്ഛനെടുത്ത് തന്ന വാടക വീട്ടിൽ താമസിക്കുന്നു അല്ലേ? അതെ. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അവിടെയല്ല, അച്ഛന്റെ വാക്കില്. അതല്ലെങ്കിൽ അച്ഛന്റെ പ്രവൃത്തിയില്. എന്തിനാ എല്ലാരും ചേർന്ന് എന്നെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? അച്ഛനറിയില്ല അത് ആരുടെ വീടാന്ന്. എടാ, അതാ പേർഷ്യയിലുള്ള. നിർത്തമാവാ. എല്ലാം അറിഞ്ഞിട്ടാ ഞാൻ വരുന്നത്. സുപ്രിയയുടെ അച്ഛൻ എന്നോട് സത്യം പറഞ്ഞു. എന്നിട്ട് എന്റെ അച്ഛൻ നിന്ന് പരുങ്ങുന്നു. വീണ്ടും കള്ളങ്ങൾ കെട്ടിപ്പോക്കാൻ ആലോചിക്കുന്നു. കൂട്ടിന് അമ്മാവനും. അത് വാടക വീടല്ല, രവികുമാർ വാങ്ങിയതാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സത്യമാ. ആ കാര്യം നിന്നെ അറിയിക്കുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചതുമാണ്. അത് പിന്നീടാവാന്ന് രവികുമാറോട് നിർദ്ദേശം വെച്ചപ്പോ ഞാൻ സമ്മതിച്ചെന്നേ ഉള്ളൂ. ഒരു വീടെന്ന് പറയുമ്പോ നല്ല കാര്യമാണല്ലോ, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ആ വീട്ടിൽ താമസിക്കേണ്ടത് ഞാനാണെന്നും അച്ഛന് വിചാരിക്കായിരുന്നു. സുപ്രിയയുടെ അച്ഛൻ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തപ്പോ പ്രഭാകരനെ എതിർത്തില്ല. അതൊരു കുറവാണുണ്ടോ ഹരി? എനിക്കത് കുറച്ചിലാണ്. എന്തായാലും ഇത്രയും നാൾ കഴിഞ്ഞില്ലേ ഹരി, ഇനിയും അതൊരു പ്രശ്നമാക്കണോ? പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പ്രശ്നമായി കഴിഞ്ഞു. ഇത്രയും നാൾ എനിക്ക് ആ വീട്ടില് ഒരു വിഡ്ഢിയെ പോലെ കഴിയേണ്ടി വന്നു. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. കേട്ട വിവരം സത്യമാണോന്ന് അച്ഛനിൽ നിന്ന് നേരിട്ട് അറിയണമായിരുന്നു. അറിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ എങ്ങോട്ട് പോവുകയാ? ഒന്ന് പറയുന്നത് കേൾക്ക്. അവിടെ നിന്നേ, അമ്മാവനൊന്ന് പറയട്ടെ. ദേ, ഇടയിൽ അഭിപ്രായം കൊണ്ട് വന്നേക്കരുത് ആരും. കുഴപ്പമായല്ലോ അച്യുതേട്ടാ. നമുക്ക് അവന്റെ പുറകെ ചെന്നാലോ? നില്ലേ, ഹരിയുടെ ക്ഷോഭം ഒന്ന് അടങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് മതി ഇടപെടല്. അതാ നല്ലത്.
കഴിക്കാൻ എടുക്കട്ടെ? ഇതെന്തു പറ്റി? സുപ്രീത വരെ വന്നില്ലേ? ഇല്ല. ഹരി എന്താ പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്നത്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായോ? ജോലി സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നു. ഞാനിനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല. ഏ? സതിയാന്റിക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോവാം. ഇഷ്ടം പോലെ ചെയ്തു. എന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കും പലതും ഇന്നാ മനസ്സിലായത്. വാടകയ്ക്കെടുത്ത വീടാന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല, സുപ്രിയയുടെ സ്വന്തം വീടാ. എന്നെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വാടക വീട് സ്വന്തം വീടാണെന്ന് പറഞ്ഞാലല്ലേ അത് പറ്റിക്കലാവുന്നത്? ഇത് നല്ല കാര്യമല്ലേ ഹരി? എനിക്ക് നല്ല കാര്യമല്ല. ഹരി, ഞാനൊന്ന് പറയട്ടെ. ഹരി അവിടെ നിക്ക്. ഹരി, സുപ്രിയ ഒന്ന് വന്നോട്ടെ. അയാൾ ഇപ്പോഴെങ്കിലും വരില്ല. വിവരം ആന്റി വിളിച്ച് പറഞ്ഞു കാണും. അയ്യോ, ഞാനെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് സുപ്രിയക്ക് നന്നായിട്ട് അറിയാം. പ്രശ്നം കെട്ടടങ്ങിയിട്ട് വരാനിരിക്കുക. അതുവരെ കാത്തു നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ഹരി ഇത്? എങ്ങോട്ടായി പോകുന്നത്? എങ്ങോട്ടായാലും എന്താ, ഇവിടെ നിൽക്കുന്നില്ല. അത്ര അറിഞ്ഞാ മതി. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഹരിക്ക് ക്ഷമിച്ചൂടെ? അബദ്ധമായിരുന്നെങ്കിൽ ക്ഷമിക്കായിരുന്നു. ഇത് ഇത്രയും നാളും മനഃപൂർവ്വം എന്നെ പറ്റിച്ചിട്ട് അബദ്ധം എന്ന് പറയരുത്. ആന്റി വന്നത് നന്നായി. സുപ്രിയോട് കാര്യങ്ങൾ പറയാൻ ഒരാളായല്ലോ. ഹരി പ്ലീസ് പോകരുത്. ഞങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അത്. ഗ്രൂപ്പായിട്ട് നിന്ന് എന്നെ ചതിച്ചതിന് എന്തെങ്കിലും സമാധാനം പറയാനുണ്ടോ? ഹരി സുപ്രിയൻ നല്ലൊരു വീട്ടിൽ താമസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. അതിങ്ങനെ ആവരുതായിരുന്നു. സതി ആന്റി, ഞാൻ ഇറങ്ങുന്നു. ദയവ് ഇത് പോകരുത്. ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സോറി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മാറ്റമില്ല. ഒരു മിനിറ്റ്, ഹരി ചെമ്പരിക്കലേക്കാണോ പോകുന്നത്? അല്ല, ഒന്നുകിൽ തൃശ്ശൂർ ലോഡ്ജിലേക്ക് പോകും. സുപ്രിയ വരുന്നുണ്ടെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ നോക്കൂ. ലോഡ്ജ് ആയാലും വീടായാലും വാടക കൊടുക്കണം. ഞാൻ അധികപ്പറ്റി പറയാനും തോന്നരുത്. നിർബന്ധമാണെങ്കിൽ ആ വാടക തന്നിട്ട് ഇവിടെ തന്നെ തുടർന്ന് താമസിച്ചോളൂ. രവി നിക്ക്. സുപ്രിയയ്ക്ക് അവകാശപ്പെട്ട വീടാത്. ഹരിപ്രസാദിനും അവകാശം ഉണ്ടെന്നുള്ള അവിടെ നിൽക്കട്ടെ. വാടക തന്നിട്ട് ഇവിടെ താമസിച്ചാ അത് ഞങ്ങൾക്കുള്ള ശിക്ഷയാവും. എന്നാലും ഹരി ഇവിടുന്ന് പോകരുത്. എന്ത് പറയുന്നു? അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? വേണ്ട, സുഖമുള്ളൊരു കാര്യമല്ല. ആകെ കൃത്രിമമായിട്ട് തോന്നും. ശരിയാവില്ല. ഹരി പറയുന്ന എന്ത് പ്രായച്ചിത്വവും ഞങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് പോകരുത്. ഞാനിവിടെ ആരുമല്ല. എന്നാലും പറയാം, ധൃതി പിടിച്ചു പോവില്ലേ ഹരി? സുപ്രീം കൂടി വരട്ടെ, ആലോചിച്ച് വേണ്ടത് ചെയ്യാം. അതെ, അത്രയും സമയമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യും. ശരി, ഈ വീട് എന്റെ പേരിൽ എഴുതരാൻ തയ്യാറാണോ? അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. ഇന്ന് എന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. അതെ, ഇന്ന് വേണ്ട. പണം സംഘടിപ്പിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. പണോ? വീട് വെറുതെ എഴുതി തരുമെന്നല്ല ചോദിച്ചത്. വിൽക്കാൻ ഒരുക്കമാണോ, അതാണ് ചോദിച്ചത്. ഹരി വില നിങ്ങൾ നിശ്ചയിക്ക്. ബാർഗെയിൻ ചെയ്യുന്നില്ല ഞാൻ. ചെമ്പരിക്കൽ പുതിയ വീടിന്റെ പണി നടക്കല്ലേ? അത് ഹരിപ്രസാദിന്റെ പേരിലായിരിക്കുമല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ വീടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനിവിടെ താമസിക്കണമെങ്കിൽ ഇത് എന്റെ വീടായിരിക്കണം. ഭാര്യ വീട്ടുകാരുടെ സമ്മാനമായിരിക്കരുത്. അതിന് റെഡിയാണെങ്കിൽ ഇപ്പൊ പറയാം.
അല്ലെങ്കിൽ എനിക്ക് പോണം. അപ്പൊ ശരി. പോകണ്ട. ഹരി പറയുന്നത് പോലെ നടക്കട്ടെ. വീട് വിലക്ക് തരാം. അത് സൗകര്യം പോലെ രജിസ്ട്രേഷൻ നടത്താം. പോരെ? എനിക്കൊരാഴ്ച സമയം വേണം പണം അറേഞ്ച് ചെയ്യാൻ. അഡ്വാൻസ് ആയിട്ട് മതി ഹരി, അഡ്വാൻസ് തരാന്ന്. തീരെ അങ്ങ് കൊച്ചാക്കരുത് ഞങ്ങളെ. വീടിനെ ചൊല്ലിയുള്ള നിങ്ങളുടെ മത്സരത്തിനിടയിൽ വീർപ്പ് മുട്ടുന്ന സുപ്രിയാണ്. ഇത് മത്സരമല്ല, അങ്ങനെ വില കുറച്ച് കാണരുത്. പോട്ടെ, മത്സരമാണെന്നിരിക്കട്ടെ. ഇത്രയും നാള് ആരോടാ മത്സരിച്ചത്? നന്ദന പറ. സുപ്രിയയ്ക്ക് അച്ഛനും അമ്മയും പറയുന്ന കേൾക്കണ്ടേ ഹരിയേട്ടാ? കേൾക്കണം. ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷെ അയാളൊരു കാര്യം ചെയ്യണമായിരുന്നു. അങ്കിളും ആന്റിയും പറയുന്ന കേട്ട് വീട്ടിലിരിക്കണമായിരുന്നു. കല്യാണം ഒഴിവാക്കണമായിരുന്നു. എന്താ അഭിപ്രായം ഒന്നും പറയാത്തെ? എന്റെയോ തന്റെ അഭിപ്രായത്തിനോട് പ്രസക്തിയില്ല. തികച്ചും പേഴ്സണലായ വിഷയമാണ്. ഹരിപ്രസാദിനും വൈഫിനും മാത്രമേ ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിയൂ. അത് മാത്രമല്ല, നമ്മുടെ അഡ്വൈസ് ചോദിച്ചുകൊണ്ടല്ല ഹരി വന്നത്. എന്ന് കരുതി നിങ്ങളുടെ സംസാരം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അത് എന്നെയും നന്ദനെയും ഹരിപ്രസാദ് കൺസിഡർ ചെയ്യുന്നുണ്ടാ. ഞങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു സംസാരിക്കുന്നതെങ്കിൽ ഹരി കേട്ടു നിൽക്കുമോ? അതുകൊണ്ട് നമുക്ക് മാറ്ററിലേക്ക് മടങ്ങി വരാം. സ്വന്തം വീട് വാടക വീടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് ഒട്ടും ശരിയായില്ല. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമല്ലേ. ഇനി എന്ത്? അതാലോചിക്കാം. അതേ വീട് വാങ്ങിക്കുക. സുപ്രിയയുടെ അച്ഛനോട് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അവർക്കും വേറെ വഴിയില്ല. ഇവിടെ പ്രശ്നം പണമാണ്. ചെമ്പരിക്കലും വീട് പണി നടക്കുന്നു. അച്ഛൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ PF ന്നൊരു തുക എടുത്തു കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവില്ലായിരുന്നു. പിന്നെ അമ്മയുടെ ഓർണമെന്റ്സ് ആണ്, അതുകൊണ്ടൊന്നും ആവില്ല. അല്ലെങ്കിലും അത് വേണ്ട. ഒരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ഈ സാഹചര്യത്തിൽ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? 1-2 ലക്ഷം അല്ല വേണ്ടത്. തിരിച്ചു തരാൻ 1 വർഷത്തെങ്കിലും സാവകാശം വേണം. ഒരു ഉറപ്പിന് വേണ്ടി തരാൻ എനിക്ക് വാക്ക് മാത്രമേ ഉള്ളൂ. അത് വിശ്വാസത്തിലെടുത്താൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. പണത്തിന്റെ കാര്യമല്ലേ. അതുകൊണ്ട് ഇപ്പോഴുള്ള നമ്മുടെ അടുപ്പത്തിന് ഒലച്ചിൽ തട്ടുകയില്ല. ഇങ്ങനൊരു വിഷയം സംസാരിച്ചിട്ടേ ഇല്ലെന്ന് വിചാരിച്ചോളാം. നന്ദന എന്തു പറയുന്നു? എനിക്കറിയില്ല എന്തു പറയണമെന്ന്. ആവശ്യം എന്താണെന്ന് ഹരിപ്രസാദ് തുറന്നു പറഞ്ഞു. അതിന്റെ ശരിതെറ്റുകളെ വിശകലനം ചെയ്യുന്നതിന് അർത്ഥമില്ല. നമ്മൾ വില്ലിങ് ആണോ അല്ലയോ, അതാണ് പ്രശ്നം. ആലോചിച്ചിട്ട് കുറെ കഴിഞ്ഞ് വിളിച്ചാൽ മതി. വലിയൊരു എമൗണ്ടിന്റെ കാര്യമല്ലേ. ആലോചിച്ചു കഴിഞ്ഞു ഹരിപ്രസാദ്. തീരുമാനം പിന്നത്തേക്ക് മാറ്റിവെച്ചിട്ട് എന്തിനാ? നന്ദനയോട് ചോദിച്ചിട്ട് അയാളൊരു അഭിപ്രായം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് ഡിസൈഡ് ചെയ്തു. ഹരിപ്രസാദിന്റെ വാക്ക് മാത്രമാണ് ഉറപ്പ്. ഈടായി വേറൊന്നും തരാനുമില്ല. അതെ, എനിക്ക് ആ വാക്ക് മാത്രം മതിയെങ്കിലോ? ചെക്ക് മതിയെങ്കിൽ ഇപ്പൊ തരാം. ഇനി ക്യാഷ് ആണെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ബാങ്കിൽ നിന്ന് എടുക്കണ്ടേ? ഞാൻ ഈ മനസ്സിന് ഓ, നന്ദിയാണെങ്കിൽ വേണ്ട. തൽക്കാലം ഈ കൗണ്ടറിൽ
താങ്ക്സ് സ്വീകരിക്കുന്നതല്ല. വാക്കുകൾ കൊണ്ട് കുറെ സ്നേഹം അളന്നു കാണിക്കുന്നതിൽ അർത്ഥമില്ല. ആവശ്യങ്ങൾ നടക്കണം. ഹരിപ്രസാദിന്റെ ആവശ്യം നടക്കട്ടെ.